എന്നെ പള്ളിയിൽ നിന്ന് പുറത്താക്കിയെന്ന്. ഇതാണ് എൻ്റെ ജമാഅത്ത്. ഇരിക്കുന്നവരൊക്കെയാണ്. അതുകൊണ്ട് അകത്ത് നിൽക്കുന്ന പ്രസിഡന്റ്, ഇത് മുൻ പ്രസിഡന്റാണ്. ഈ ഇരിക്കുന്ന ആള്. ഇവരെ ആരുടെങ്കിലും നിങ്ങൾക്ക് വേണേൽ ഒപ്പീനിയൻ എടുക്കുക, എന്നെ പുറത്താക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ഇത് എനിക്ക് നോയമ്പില്ല, എൻ്റെ ഭാര്യയ്ക്ക് നോയമ്പുണ്ട്, മകന് നോയമ്പുണ്ട്. നോയമ്പ് കഞ്ഞി മേടിക്കാൻ വന്നേ. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇത് വെച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ. താങ്കൾ വിളിച്ചിട്ട് പുറത്തു നടക്കുന്ന കാര്യങ്ങളെല്ലാം ജാസ്മിനെ അറിയിച്ചു. അതുകൊണ്ടാണ് പുതിയ സ്ട്രാറ്റജി ആയിട്ട് ജാസ്മിൻ വന്നിരിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എനിക്ക് സുഖമില്ലെന്ന് മാത്രമേ പറഞ്ഞേക്കുന്നത്. പുറത്ത് കിടക്കുന്ന കാര്യങ്ങൾ പറയാൻ 2 മിനിറ്റ് സമയം തരുന്ന അവരാരെങ്കിലും സമ്മതിക്കുക? ഇതെന്താ വിഡ്ഢിയാണോ? ഏഷ്യാനെറ്റ്, ഇത്രയും വലിയ പ്ലാറ്റ്ഫോമായ ഏഷ്യാനെറ്റ്, മോഹൻലാൽ ഉൾപ്പെടുന്ന ഒരു പരിപാടിയിൽ ഇത്രയൊക്കെ ചെയ്യാൻ അവർ വിഡ്ഢിയാണോ? അതോ അവരുടെ അടുത്ത് ഞാൻ ഇങ്ങനെ പറയാൻ ഞാൻ വിഡ്ഢിയാണോ? ബേക്കറിയിൽ ജ്യൂസ് കുടിക്കുന്നുണ്ടെന്ന് സീക്രട്ടായിട്ട്, ഞാൻ ബേക്കറി വന്നിന്ന് മൂത്രം ഒഴിക്കുന്നുണ്ട്, ബാക്കി എന്താ സീക്രട്ടാന്നൊക്കെ പറയുന്നത്. ഇവനെയൊക്കെ പോയി പണി നോക്കാൻ പറയും. ഈ 2 എൻജോപ്ലാസ് കഴിഞ്ഞതാണ്. അപ്പം പെട്ടെന്നൊരു വല്ലാരിക വന്ന് അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി. മാമയുടെ മകനെ കൊണ്ടുപോയത്. ഞാൻ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എൻ്റെ മോളാണെങ്കിലും ഞാൻ പറയും. നെഗറ്റീവ് തന്നെയാണ്. ജനങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നെഗറ്റീവ് തന്നെയാണ്. അതിന് ഞാൻ ആരെയും വെളുപ്പിക്കാനോ എൻ്റെ മാളാന്ന് പറഞ്ഞ് ഞാൻ വെളുപ്പിക്കാനോ നിൽക്കത്തില്ല. ജാസ്മിൻ ജാഫറിന്റെ അപ്പയാണ്. അതെ. എങ്ങനെയുണ്ട് ഇപ്പൊ ആരോഗ്യസ്ഥിതിയൊക്കെ? എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ പോകുമ്പോൾ ഡോക്ടർ ചിലപ്പം എൻജോപ്ലാസ്റ്റി ഉണ്ടെങ്കിൽ എൻജോപ്ലാസ്റ്റി ഉണ്ടെന്ന് പറയും. എൻജോഗ്രാഫി ചെയ്യണമെങ്കിൽ എൻജോഗ്രാഫി ചെയ്യണമെന്ന് പറയും. പിന്നെ അഥവാ അല്ലെ മെഡിസിനകത്ത് നിർത്തണമെങ്കിൽ അല്ല ഡോക്ടർമാരുടെ കാര്യമോ. ഞാൻ ഒന്ന് പോയിട്ട് വന്ന് എനിക്ക് 2 എൻജോപ്ലാസ് കഴിഞ്ഞതാണ്. അപ്പോൾ പെട്ടെന്നൊരു വല്ലാരിക വന്ന് അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി. മാമയുടെ മകനെ കൊണ്ടുപോയിട്ട് തിരിച്ചു വന്ന് കുഴപ്പമൊന്നുമില്ല. അടുത്ത ഈ വെള്ളിയാഴ്ച ഇപ്പം, അതായത് ഇന്നലെ പോകാൻ പറഞ്ഞതാണ്. ഇന്നലെ അന്നേരം ഡേറ്റ് കിട്ടിയില്ല. നമ്മൾ സോഷ്യൽ മീഡിയ നോക്കിയപ്പോൾ തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റില്ല, ഒരുപാട് ന്യൂസുകളാണ് വന്നുകൊണ്ടേയിരിക്കുന്നത് ഈ ഒരു ഇഷ്യൂ ആയിട്ട്. അപ്പയ്ക്ക് സുഖമില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ, പിന്നെ അത് കള്ളമാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ അങ്ങനെയുള്ള കുറേ അധികം ന്യൂസുകൾ, വ്യാജ ന്യൂസുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിനെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത്? അതിപ്പോൾ നമ്മളെന്ത് ചെയ്യാൻ പറ്റും? അവരെ നമ്മളെന്ത് ചെയ്യുക? കല്ലെറിയാൻ നോക്കൂ? അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത്രയൊക്കെ ഉള്ള എനിക്ക് പറയാം. പിന്നെ എന്നെ പള്ളിയിൽ നിന്ന് പുറത്താക്കിയെന്ന്. ഇതാണ് എൻ്റെ ജമാഅത്ത്. ഇരിക്കുന്നവരൊക്കെയാണ്. അതുകൊണ്ട് അകത്ത് നിൽക്കുന്ന പ്രസിഡന്റ്, ഇത് മുൻ പ്രസിഡന്റാണ്. ഈ ഇരിക്കുന്ന ആള്. ഇവരെ ആരുടെങ്കിലും നിങ്ങൾക്ക് വേണേൽ ഒപ്പീനിയൻ എടുക്കുക, എന്നെ പുറത്താക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ഇത് എനിക്ക് നോയമ്പില്ല, എൻ്റെ ഭാര്യയ്ക്ക് നോയമ്പുണ്ട്, മകന് നോയമ്പുണ്ട്. നോയമ്പ് കഞ്ഞി മേടിക്കാൻ വന്നേ. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇത് വെച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ന്യൂസുകളൊക്കെ കാണുമ്പോഴത്തേക്കും എന്താ തോന്നാറുള്ളത്? അത് മാനസികമായിട്ട് എൻ്റെ മകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ടായിരിക്കുമോ? പിന്നെ ഓരോരുത്തർ തലയെ മുണ്ടിടുന്നില്ല. എൻ്റെ ജമാഅത്തിൽ കുട്ടി തലയെ മുണ്ടിട്ടുണ്ടോന്ന് വന്നേ. ആരെങ്കിലും ഇവിടെ എതിര് പറഞ്ഞോ? ആരെങ്കിലും പറഞ്ഞോ കയറണ്ടെന്ന് പറഞ്ഞോ? അതിൻ്റെ ഉള്ളിൽ കയറണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. അപ്പോൾ അതിൽ വെച്ച് മനസ്സിലാക്കിയാൽ മതി ആൾക്കാരെ പുറച്ചുവിടിയിൽ എന്തൊക്കെയാണ് ഇങ്ങനെ പറഞ്ഞു വിടുന്നതെന്നൊക്കെ. ഇതൊക്കെ ഒരു സീക്രട്ട് അല്ലേ? ഈ സീക്രട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സീക്രട്ടല്ലേ? സീക്രട്ടന്മാർ കുറെ സീക്രട്ടന്മാർ കയറി ഇരുന്നോണ്ട് സീക്രട്ട് അടിക്കുന്നതല്ലേ ഇതല്ല. സീക്രട്ടിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചു. നമ്മള് ബിഗ് ബോസിൽ കഴിഞ്ഞ ദിവസം അപ്പൊ വിളിച്ചു എന്നൊക്കെ പറയുന്നത് കേട്ടായിരുന്നു. പക്ഷെ അതിനകത്ത് നമ്മുടെ ഓഡിയോ കാര്യങ്ങളോ ഒന്നും കാണാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് തെറ്റായിട്ടുള്ള വിചാരങ്ങളാണ് പുറത്തുള്ള ആളുകൾക്കൊക്കെ വന്നുകൊണ്ട്. താങ്ക് യു. ഞാനൊരു കാര്യം തിരിച്ചങ്ങോട്ട് ചോദിക്കട്ടെ. കഴിഞ്ഞ വിന്നർ അഖിൽമാരാർ പുറത്ത് പോയിട്ട് തിരിച്ചു വന്നു. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? അതിന് മുന്നേ ഉള്ള എന്താ ഡിംപിൾ പുറത്ത് പോയി തിരിച്ചു വന്ന് കുട്ടിയുടെ അച്ഛൻ മരിച്ചെന്നും പറഞ്ഞു. അതിന് പ്രശ്നമൊന്നുമില്ലായിരുന്നു. അതുപോട്ടെ, കഴിഞ്ഞ ആ വിന്നർ തന്നെ, അതിൽ തന്നെ ഗെയിം കളിച്ച് ഒരു വിന്നർ ആരായിരുന്നു? മണിക്കുട്ടൻ പുറത്ത് പോയി തിരിച്ചു വന്ന്. ഇതിനൊന്നും ആർക്കും ചോദിക്കണ്ട. ഇത് ജാസ്മിൻ, എനിക്ക് സുഖമില്ലാതെ എൻ്റെ മകളെ വിളിച്ചതിനാ എല്ലാവർക്കും വലിയ പ്രശ്നമായേക്കുന്നത്. ആദ്യമേ ഇതിന് മറുപടി എനിക്കിതാ. അത് കഴിഞ്ഞ് ഞാൻ ഇതിന് മറുപടി അങ്ങോട്ട് തിരിച്ചു തരാം. എനിക്ക് സുഖമില്ലെന്ന് മാത്രമേ പറഞ്ഞേക്കുന്നത്. പുറത്ത് കിടക്കുന്ന കാര്യങ്ങൾ പറയാൻ 2 മിനിറ്റ് സമയം തരുന്ന അവരാരെങ്കിലും സമ്മതിക്കുക? ഇതെന്താ വിഡ്ഢിയാണോ? ഏഷ്യാനെറ്റ്, ഇത്രയും വലിയ പ്ലാറ്റ്ഫോമായ ഏഷ്യാനെറ്റ്, അതോ ഈ മോഹൻലാൽ ഒക്കെ ഇടപെടുന്ന മോഹൻലാൽ ഉൾപ്പെടുന്ന ഒരു പരിപാടിയിൽ ഇത്രയൊക്കെ ചെയ്യാൻ അവർ വിഡ്ഢിയാണോ? അതോ അവരുടെ അടുത്ത് ഞാൻ ഇങ്ങനെ പറയാൻ ഞാൻ വിഡ്ഢിയാണോ? ഇതൊക്കെ മനസ്സിലാക്കണ്ടേ? പക്ഷേങ്കിൽ പുറത്ത് എല്ലാവരും കരുതിയിരിക്കുന്നത് ഇപ്പം താങ്കൾ വിളിച്ചിട്ട് ഈ പുറത്ത് കിടക്കുന്ന കാര്യങ്ങളെല്ലാം ജാസ്മിനെ അറിയിച്ചു. അതുകൊണ്ടാണ് പുതിയ സ്ട്രാറ്റജി ആയിട്ട് ജാസ്മിൻ വന്നിരിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ എങ്ങനെ പുടച്ചു വിടുന്നവർക്ക് പലതും പറയാം. നമുക്ക് ഇതിനകത്തൊന്നും മറുപടിയില്ല. ഈ ഒരു വാർത്തയൊക്കെ കേട്ടപ്പോൾ വീട്ടില് അമ്മയും അസ്വാഭാവികമായിട്ട് എല്ലാവർക്കും മാനസികമായിട്ട് തകർച്ച ഉണ്ടാവുമല്ലോ. അത് സ്വാഭാവികമാണ്. എൻ്റെ വീട്ടിലായാലും മോളുടെ വീട്ടിലായാലും ഉണ്ടാവത്തില്ലേ? മോളുടെ കാര്യം പറഞ്ഞാൽ മോളുടെ വാപ്പായ്ക്ക് ഉണ്ടാവത്തില്ലേ? അതേ കണക്ക് തന്നെ നമുക്ക് ഉണ്ടായിട്ടുള്ള, അല്ല വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ജാസ്മിൻ്റെ വാപ്പായും ഉമ്മായും ഒക്കെ അങ്ങ് ഏറിൽ കയറി ഇരിക്കുക എന്ന് പറഞ്ഞാൽ ബലൂൺ വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞാൽ ഏറി കയറാൻ. പിന്നെ ഇവിടെ
പിന്നെ ബേക്കറിയിൽ ജ്യൂസ് കുടിക്കുന്നുണ്ടെന്ന് സീക്രട്ടായിട്ട്, ഞാൻ ബേക്കറി വന്ന് നിന്ന് മൂത്രം ഒഴിക്കുന്നുണ്ട്, ബാക്കി എന്താ സീക്രട്ടാന്നൊക്കെ പറയുന്നത്. ഇവനെയൊക്കെ പോയി പണി നോക്കാൻ പറ. ഓക്കെ, ജാസ്മിനോട് ഇനി എന്താ പറയാനുള്ളത്? ജാസ്മിനോട് നല്ലോണം കളിക്കുക, നല്ലോണം. ഇത് ഞാൻ നെഗറ്റീവ് എന്ന് പറയാൻ എൻ്റെ മോളാണെങ്കിലും ഞാൻ പറയും. നെഗറ്റീവ് തന്നെയാണ്. ജനങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നെഗറ്റീവ് തന്നെയാണ്. അതിന് ഞാൻ ആരെയും വെളുപ്പിക്കാനോ എൻ്റെ മാളാന്ന് പറഞ്ഞ് ഞാൻ വെളുപ്പിക്കാനോ നിൽക്കത്തില്ല. ഉള്ള കാര്യം ഉള്ളതുപോലെ പറയും, ഏത് മീഡിയയിലായാലും പറയും. ഞാനത് എൻ്റെ മാളുടെ അക്സെപ്റ്റൊക്കെ എനിക്ക് നല്ലോണം അറിയാവുന്നത്, അതൊന്നും ഞാൻ വലിയ കാര്യമാക്കുന്നില്ല. പക്ഷേ എൻ്റെ ആറ്റിറ്റ്യൂഡല്ല ജനങ്ങൾക്ക്, അതെൻ്റെ മകൾക്ക് തിരിച്ചറിഞ്ഞാൽ നല്ലത്, അത്രയേ ഉള്ളൂ. തെറ്റായിട്ടുള്ള വാർത്തകളൊക്കെ പ്രചരിപ്പിച്ചു വിടുന്നവരെ എങ്ങനെയാണ് നോക്കി കാണാനായിട്ടിരിക്കുന്നത്? അവർ വാനോളം ഉയരട്ടെ, ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാം. എനിക്ക് എൻ്റെ കുട്ടിയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വയ്യാതെ വരുമ്പോൾ ഞാൻ നിയമപരമായിട്ട് പോകും. അതുവരെ കുറച്ചൊക്കെ അനങ്ങാതിരിക്കും. അത് കഴിയുമ്പം എനിക്ക് എന്ത് നിയമ നടപടി എടുക്കാൻ പറ്റുമോ അത് ഞാൻ എടുത്തോളാം. എനിക്ക് അത്രയേ ഉള്ളൂ അത് പറയാൻ. അതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്നു, ജനങ്ങളുടെ കയ്യിലിരിക്കുന്നു. സത്യം ജനങ്ങൾ മനസ്സിലാക്കി ജനങ്ങൾ വോട്ട് ചെയ്തില്ലേ എൻ്റെ മകൾ തിരിച്ചു വരുമല്ലോ, വരില്ലേ? ഈ സൈബർ ബുള്ളിങ്ങും പിന്നെ ഫേക്ക് ID ഉണ്ടാക്കി ഓരോന്നുമൊക്കെ കയറിയിരുന്ന് പറച്ചിലും വോട്ടിനകത്ത് നടക്കില്ലല്ലോ, നടക്കൂ? അത് നടക്കട്ടെ, അത് അതേപോലെ പോട്ടെ, ഇത്രയേ ഉള്ളൂ എനിക്ക്. ഇൻഷാ അല്ലാഹ് എന്താണെന്നൊന്നും പറയാൻ ഒക്കത്തില്ല, അത് നമുക്കൊന്നും സംസാരിക്കാൻ പറ്റാവുന്ന ഇതല്ല. ഓക്കെ, താങ്ക് യു. എനിക്ക്